ഇടുക്കി കരിങ്കുന്നം പഞ്ചായത്തിൽ കരിങ്കുന്നം പഞ്ചായത്തിൽ 12ാം വാർഡായ നെല്ലാപ്പാറയിൽ നിന്ന് ഇത്തവണ LDFന് വേണ്ടി ജനവിധി തേടുന്നത് KG ദിനകറാണ്. ഈ കരിങ്കുന്നം പഞ്ചായത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി UDF ഭരിക്കുന്ന പഞ്ചായത്ത് കൂടിയായിരുന്നു. അപ്പോൾ ഇത്തവണ കരിങ്കുന്നം പഞ്ചായത്ത് മാറി ചിന്തിക്കും, വികസനത്തിന് വേണ്ടിയാണ് ഇത്തവണ കരിങ്കുന്നം പഞ്ചായത്ത് നിവാസികൾ വോട്ട് തേടുന്നത്. അപ്പോൾ നെല്ലാപ്പാറയിലേക്ക് വന്നാൽ നെല്ലാപ്പാറ 12ാം വാർഡാണ് കരിങ്കുന്നം പഞ്ചായത്തിലെ നെല്ലാപ്പാറ. അപ്പോൾ നെല്ലാപ്പാറയിൽ അവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് KG ദിനകറാണ്. KG ദിനകറിൻ്റെ സ്ഥാനാർത്ഥിത്വം വ്യക്തിപരമായി എനിക്കും സന്തോഷം നൽകുന്നതാണ്. കൈരളി കുടുംബാംഗമാണ്, എൻ്റെ മുൻ സഹപ്രവർത്തകൻ കൂടിയായിരുന്നു KG ദിനകർ. അപ്പോൾ KG ദിനകർ അവിടെ ജനവിധി തേടുമ്പോൾ ഏത് രീതിയിലാണ് KG ദിനകറിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തന പരിപാടികൾ, ആളുകളോട് ദിനകറിന് എന്താണ് പറയാനുള്ളത് എന്ന് കണ്ടുവരാം. തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. പ്രചരണം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ കൈരളി ന്യൂസ് ഉള്ളത് ഇടുക്കി ജില്ലയിലെ കരിങ്കുന്നം ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡായിട്ടുള്ള നെല്ലാപ്പാറയിലാണ്. നെല്ലാപ്പാറയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് ദിനകർ. കൈരളി ന്യൂസിലൂടെ മാധ്യമപ്രവർത്തന രംഗത്തൊക്കെ സജീവമായ വ്യക്തിയാണ്. നിലവിലിപ്പോൾ മത്സരരംഗത്ത് സജീവമായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രചരണങ്ങളൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. എങ്ങനെയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങളൊക്കെ? തെരഞ്ഞെടുപ്പിന് ഇനി കേവലം 3 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. തീർച്ചയായും നമ്മൾ വലിയ പ്രതീക്ഷയിലാണ്, ശുഭപ്രതീക്ഷയിലാണ്. കരിങ്കുന്നം പഞ്ചായത്ത് പതിറ്റാണ്ടുകളായി, ഏതാണ്ട് 20 വർഷമായി, 4 ടേമായി UDF ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഭരണത്തിന് ഒരു അന്ത്യം കുറിക്കണം എന്ന് ജനങ്ങളൊട്ടാകെ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അത്തരത്തിലുള്ള പ്രതികരണമാണ് നമുക്ക് നമ്മുടെ ജനങ്ങൾക്കിടയിൽ നിന്നും വോട്ടർമാരിൽ നിന്നും ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ LDF വലിയ ഒരു ഭൂരിപക്ഷത്തിൽ ഈ പഞ്ചായത്തിൽ ഭരണം ലഭിക്കുമെന്നാണ് കരുതുന്നത്. അതിന് കാരണം കൂടിയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, ഈ പഞ്ചായത്ത് 20 വർഷമായി ഇവർ ഭരിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു വികസനം നടത്തിയതായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. പ്രത്യക്ഷത്തിലോ പരോക്ഷമായോ നമുക്ക് വികസനം എന്നത് കിട്ടാക്കനിയായി മാറിയിട്ടുള്ള ഒരു സാഹചര്യമാണ് കരിങ്കുന്നം പഞ്ചായത്തിലുള്ളത്. മാത്രമല്ല, അഴിമതിയുടെ കേന്ദ്രമായി കരിങ്കുന്നം പഞ്ചായത്ത് മാറിയിരിക്കുന്നു. നമുക്ക് ഓരോന്നെടുത്ത് പരിശോധിച്ചാൽ, ചുരുക്കി പറഞ്ഞാൽ, ഇപ്പോൾ ഏറ്റവും നമ്മൾ ലൈഫ് ഭവന പദ്ധതി നമ്മൾ 5 ലക്ഷത്തോളം വീടുകൾ സംസ്ഥാനത്തൊട്ടാകെ നിർമ്മിച്ച് നൽകിയപ്പോൾ ആവറേജ് എടുത്ത് പരിശോധിച്ചാൽ ഒരു പഞ്ചായത്തിൽ 400ഓളം വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് നമുക്ക് കാണാം. പക്ഷേ ഇവിടെ എത്രയാണ്? ഞാൻ വിവരാവകാശം ഇട്ടപ്പോൾ നമുക്ക് ലഭിച്ച കണക്ക് എന്ന് പറയുന്നത് 10 വർഷം കൊണ്ട് നിർമ്മിച്ച് നൽകിയിട്ടുള്ള വീടുകളുടെ എണ്ണം 72 വീടുകളാണ്. 7 വീടുകൾ നിർമ്മാണത്തിലിരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കെടുകാര്യസ്ഥത എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാവുന്ന ഒന്നാണ്. കരിങ്കുന്നത്തെ ടൂറിസം വലിയ വികസന സാധ്യതയുള്ള മേഖലയാണ്. വലിയ മലനിരകളാൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് കരിങ്കുന്നം. അപ്പോൾ ഈ മഞ്ഞ് സീസണാണിപ്പോൾ. ഒരു നവംബർ മുതൽ ഡിസംബർ ജനുവരി വരെ 3 മാസക്കാലം മഞ്ഞ് നിറഞ്ഞു കിടക്കുന്ന പ്രദേശമാണ് നമ്മുടെ ഈ പ്രദേശമൊക്കെ. ഇല്ലിയാരി മലയുണ്ട്, ഇപ്പോൾ നെല്ലാപ്പാറ എടുത്ത് പരിശോധിച്ചാൽ മീൻപാറയുണ്ട്, അതോടൊപ്പം തന്നെ നമ്മുടെ മറ്റത്തിപ്പാറ മലയുണ്ട്. ഇതൊക്കെ നമ്മൾ ക്ലബ്ബ് ചെയ്തുകൊണ്ട് കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ, പ്രാദേശിക ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അങ്ങനെ വന്നാൽ നിരവധിയായിട്ടുള്ള ടൂറിസ്റ്റുകൾ ഇവിടേക്ക്, ആഭ്യന്തര ടൂറിസം വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സർക്കാർ നിലപാടെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ടൂറിസം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തും. നിരവധി ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊഴിൽ സാധ്യത, വലിയ സാധ്യത ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. മറ്റൊന്ന്, ഇവിടെ തരിച്ചു കിടക്കുന്ന ഏക്കർ കണക്കിന് പാടശേഖരമുണ്ട്. ഈ പാടശേഖരം നമുക്കിപ്പോൾ മലരിക്കൽ മോഡൽ എടുത്ത് പരിശോധിച്ചാൽ, മലരിക്കൽ ഇപ്പോൾ പഞ്ചായത്തിൽ ഏതാണ്ട് 5.5 കോടി രൂപ വരുമാനം കിട്ടുന്നുണ്ട്. മലരിക്കൽ നമ്മുടെ ആമ്പൽ വസന്തം കാണാൻ വേണ്ടി ആളുകൾ എത്തുന്നുണ്ട്. എന്നതുപോലെ ഇവിടെ ഈ തരിച്ചു കിടക്കുന്ന പാടം ഏറ്റെടുത്തുകൊണ്ട് കർഷകരുമായി സഹകരിച്ചുകൊണ്ട് അവർക്കൊരു വരുമാനം കിട്ടത്തക്ക രീതിയിൽ അതൊരു പൂപ്പാടമാക്കി മാറ്റാൻ കഴിയുമെങ്കിൽ, നമ്മുടെ ഈ പറഞ്ഞ പഞ്ചായത്ത് കുളത്തിൽ നിന്നും വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് അതൊരു പൂപ്പാടമാക്കി മാറ്റാൻ കഴിഞ്ഞാൽ നിരവധി ആളുകളെ ഇവിടേക്ക് ആകർഷിക്കാൻ കഴിയും. അതും വലിയ ഒരു സാധ്യതയാണ്. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് വികസനം എന്നത് കിട്ടാക്കനിയായി മാറിയിരിക്കുക നമ്മുടെ ഈ പഞ്ചായത്തിൽ. അപ്പോൾ ഈ ജനങ്ങൾക്ക് വികസനം എന്നൊരു ഉറപ്പാണോ നൽകുന്നത്? തീർച്ചയായും ജനങ്ങൾക്ക് വികസനം എന്നുള്ള ഉറപ്പ് തന്നെയാണ് ഞങ്ങൾ നൽകുന്നത്. ഞങ്ങൾ ആലോചിക്കുന്നത് വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ, 135ഓളം കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രകടന പത്രിക തയ്യാറാക്കിയിട്ടുണ്ട്. ആ പ്രകടന പത്രികയുടെ അടിസ്ഥാനത്തിൽ ഓരോ വർഷവും നമ്മൾ പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കിക്കൊണ്ട്, ഇപ്പോൾ LDF സർക്കാർ ചെയ്യുന്ന രീതിയിൽ തന്നെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കി നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ സംബന്ധിച്ച് ജനങ്ങളോട് ബോധ്യപ്പെടുത്തി അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ കൂടി കണ്ടറിഞ്ഞുകൊണ്ട് അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യണമെന്നുള്ളത് ആലോചിച്ച് നടപ്പിലാക്കാൻ തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. ദയനീയമാണ് ഇവിടുത്തെ അവസ്ഥ. മനുഷ്യർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് പോലും ഒരു ഇടപെടലും നടത്താൻ കഴിയുന്നില്ല. എന്താണ് സംഭവിക്കുന്നത്? സംസ്ഥാന സർക്കാർ നൽകുന്ന ഫണ്ട് പഞ്ചായത്തിലെത്തുമ്പോൾ ആ ഫണ്ട് വീതം വെച്ച് നൽകുക എന്നതിനപ്പുറത്തേക്ക് 4 ബൾബ് ഇടുക, അല്ലെങ്കിൽ ഏതെങ്കിലും മുക്കും മൂലയും കൊണ്ട് കോൺക്രീറ്റ് ചെയ്യുക, അങ്ങനെയല്ലാതെ അതിനപ്പുറത്തേക്ക് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് കൃത്യമായി നടപ്പിലാക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ കരിങ്കുന്നം ടൗണിൻ്റെ വികസനം നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു പദ്ധതിക്കും
ഈ പഞ്ചായത്ത് ഭരണസമിതിയും MLAയും തയ്യാറല്ല. അതിനൊരു മാറ്റം വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഈ 2 ആഴ്ചക്കാലത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം കൊണ്ട് മനസ്സിലായിട്ടുള്ളത്. അതിന് ഒരു മാറ്റമുണ്ടാകണം. ജനങ്ങൾ ഈ തവണ ഇവിടെ ഒരു LDFനെ തെരഞ്ഞെടുക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, എന്തുകൊണ്ടെന്നാൽ ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്തിലും കടന്നു വരണമെങ്കിൽ സർക്കാരിനൊപ്പം നിന്നുകൊണ്ട്, അല്ലെങ്കിൽ സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് സർക്കാരിൻ്റെ നിന്നും ലഭിക്കുന്ന പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തനതായ ഫണ്ട് കണ്ടെത്തിക്കൊണ്ട് വലിയ വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ. അതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഞാൻ നേരത്തെ ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക. റിംഗ് ബെൽ എന്ന് പറയുന്ന പദ്ധതി 24 മണിക്കൂറും ജനങ്ങൾക്ക് സേവനം ലഭിക്കുന്ന, അതായത് ഒരു ഡ്രൈവർ, ഒരു സഹായി, ഒരു ജീപ്പ് അല്ലെങ്കിൽ ഒരു ആംബുലൻസ്, ഒരു മൊബൈൽ നമ്പർ പബ്ലിക്കായിട്ട് ഞങ്ങൾ നൽകും. ആ നമ്പറിലേക്ക് വിളിച്ചാൽ 24 മണിക്കൂറും സേവനം ലഭിക്കുന്ന, ആശുപത്രിയിൽ പോകണമോ, അതല്ല മറ്റെന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചോ, മറ്റെന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ, ആ നമ്പറിലേക്ക് വിളിച്ചാൽ ആ സമയത്ത് വിത്തിൻ 5 മിനിറ്റ്സ് നമ്മൾ ആ സ്ഥലത്ത് എത്തുന്ന രീതിയിലുള്ളൊരു സംവിധാനം നമ്മൾ ആവിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ നിരവധിയായിട്ടുള്ള പദ്ധതികൾ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള, തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്കും യുവതികൾക്കും യുവാക്കൾക്കും തൊഴിൽ നൽകാൻ കഴിയുന്ന പദ്ധതി നടപ്പിലാക്കുക. അതിലൂടെ ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക, ആളുകളുടെ കൈകളിലേക്ക്, ഒരു കുടുംബത്തിലേക്ക് ഒരു 10,000 രൂപ വീതം എത്തുന്നൊരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്. അത് തീർച്ചയായും ജനങ്ങൾ ഉൾക്കൊള്ളുമെന്നാണ് കരുതുന്നത്, ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. അത്തരത്തിലുള്ള ഒരു റിസൾട്ടാണ് ഞങ്ങൾക്ക് ഫീൽഡിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കരിങ്കുന്നം പഞ്ചായത്തിലെ UDFൻ്റെ ഭരണത്തിലുണ്ടായ കെടുകാര്യസ്ഥതയിൽ ജനങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. ഒരു മാറ്റം, വികസനം എന്ന ഒരു ഉറപ്പാണ് നിലവിൽ LDF മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ദിനകർ ഉള്ളത്, ഒപ്പം ഇടതുപക്ഷവും ഉള്ളത്. ക്യാമറമാൻ ദിലീപ് ഗോപിക്കും മനുവിനും ഒപ്പം അമൽനാഥ്, കൈരളി ന്യൂസ്.